ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാള കൂട്ടാനാണ്. അപ്പം അച്ഛൻ രാവിലെ മാർക്കറ്റിൽ പോയപ്പോൾ വാള മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കൂട്ടാൻ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സെക്ഷനാക്കി തിരിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വറുക്കാനും ഇത് കൂട്ടാൻ വെക്കാനാണ്. ആദ്യം തന്നെ നമുക്ക് കൂട്ടാൻ വെക്കാനുള്ളതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ലെവലാക്കാണ് ആദ്യം വേണ്ടത്. അങ്ങനെ നമ്മൾ കുഴക്കില്ല അതേപോലെ. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഇടാവുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് ഇട്ടു എന്നേ ഉള്ളൂ. അടുത്തത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യണം നന്നായിട്ട്. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ വറുക്കാനുള്ള മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഒരു ലേശം മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി വെക്കാനായതിനാൽ നമുക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വറുക്കാനുള്ളതിലായതുകൊണ്ടാണ് മുളക് പൊടി ഇടുന്നത്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൈ കൊണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നമ്മളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ സൈഡ് ഡിഷായിട്ട് നമ്മുടെ മാമ്പഴക്കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മാമ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് വെള്ളം വയ്ക്കും. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ഇട്ടു? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന് ശേഷം നമ്മൾ കുറച്ചും കൂടിയും വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ചും കൂടിയും വെള്ളം ഒഴിക്കണം. മാങ്ങ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമ്മൾ അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അടിയെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇളക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ മാങ്ങ വേവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കാര്യം ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. അപ്പം മാങ്ങ ഇവിടെ നമ്മൾ വേവാൻ വേണ്ടി സെറ്റ് ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻ നമുക്ക് കുറച്ച് നേരം കൂടി സെറ്റ് ആവാൻ നിൽക്കണം. പക്ഷേ മീൻ കൂട്ടാൻ വേണ്ടിയുള്ള ഗ്രേവി അതാണ് നമ്മളിനി അടുത്തത് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം മീൻ കൂട്ടാൻ്റെ ഗ്രേവി എന്താണെന്ന്. നമ്മൾ ഇത്രയും മീനാണ് എടുത്തിരിക്കുന്നത് കൂട്ടാൻ വെക്കാനായിട്ട്. അപ്പോൾ 2.25 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാലോ ഇത് ഗ്രേവിക്ക് വേണ്ടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനിൽ മഞ്ഞൾപ്പൊടി പരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം അതവിടെ സെറ്റ് ആവുന്നുണ്ട്. ഇനി കുറച്ച് അടപ്പത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടാകുന്നുണ്ട്.
പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്, മിക്സ് ആവാൻ വേണ്ടിയാണ്. നമ്മൾ ഇളക്കി കൊടുത്ത് ചൂടാക്കുന്നുണ്ട്. ഇത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഇടാനാണ് പോകുന്നത്, ഒഴിക്കാനാണ് പോകുന്നത്. നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ടല്ലേ. പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പുളി നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 3 പീസ് കുടംപുളിയാണ് ഇടാൻ പോകുന്നത്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 പീസ് കുടംപുളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ മാമ്പഴം ഇവിടെ ഒരു സ്ഥലത്ത് ഒരു കൂട്ടാൻ, ഒരു സ്ഥലത്ത് ഈ കൂട്ടാൻ. അപ്പോൾ ഇതേ ഇങ്ങനെ മാമ്പഴം ഇവിടെ നമ്മളിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ മാമ്പഴ കൂട്ടാനിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര മാമ്പഴത്തിലേക്ക് നമ്മൾ 4 ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത് ആരുടെയാണ്, അതെൻ്റെ അമ്മയുടെയാണ്. അപ്പം അമ്മ ഇളക്കുന്നുണ്ട് നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ കറിയും അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേഗം ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി സബോള തോല് കളഞ്ഞിട്ട് അരിഞ്ഞിടുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കേട്ടില്ലേ, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് നമ്മൾ ചെയ്യാറുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അതിനെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ചതയ്ക്കാൻ പോകണം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചതച്ചത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് കൂട്ടാൻ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മീൻ കൂട്ടാനിലേക്ക് പാല് പിഴിയാനായിട്ട് നമ്മൾ ഇത്രയും തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു മാങ്ങയും കൂടി നമ്മൾ കൂട്ടാനിലേക്ക് ഇടുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ തോല് കളയുകയാണ്. 2 പാൽ ഒഴിക്കണം. കൂട്ടാൻ നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മളിതിലേക്ക് 2 പാൽ ഒഴിക്കുന്നു. ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ എന്താ ഇട്ടത്? ഉപ്പ് കേട്ടോ. നമ്മൾ വീണ്ടും മാമ്പഴ കൂട്ടാനിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാങ്ങ അടി പിടിക്കാണ്ടിരിക്കാൻ വീണ്ടും ഇളക്കി കൊടുക്കുന്നു. അതിനു മുമ്പ് കൂട്ടാൻ്റെ നന്നായി തിളച്ചു, പാല് തിളച്ചു. നമ്മളിതിലേക്ക് മീനിടാൻ പോവുകയാണ്. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം മാങ്ങ ഇടുകയാണ്. അത് വെച്ചതിന് ശേഷം മീൻ കഷ്ണം വേവാനായിട്ട് അടച്ചു വയ്ക്കണം. മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കാൻ പോവാണ്. നമ്മുടെ മാമ്പഴമൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്.
ഇനി നമ്മുടെ ഇതിലേക്ക് ഒരു പിടി തേങ്ങ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ എടുക്കേണ്ടത് പുളി കുറവുള്ള തൈരാണ് കേട്ടോ എടുക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, പുളി കുറവുള്ള തൈര് വേണം കേട്ടോ എടുക്കാൻ. നമ്മളിനി ഇത് അരയ്ക്കാൻ പോവാണ്. എണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് സെറ്റായി. നമ്മുടെ മാമ്പഴക്കൂട്ടാൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. മീൻകൂട്ടാൻ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ മീൻകൂട്ടാൻ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിലേക്ക് 1 പാൽ ഒഴിക്കണം. ഇപ്പോൾ കേട്ടല്ലോ, നമ്മൾ 1 പാൽ ഒഴിക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കുറച്ച് അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്കുള്ള സാധനങ്ങളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടാവാൻ വയ്ക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണ് ഒഴിക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചാൽ വേണം നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുറച്ച് കടുക് ഇട്ടു. കടുക്, ഉലുവ, ഇനി 3 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കൂട്ടാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി സൂം ചെയ്തിട്ട് കാണിക്കാനാണ്, കാരണം എനിക്ക് പേടിയാണ് കേട്ടോ ഈ കടിയുടെ അടുത്തേക്കൊക്കെ പോകാനായിട്ട്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ സെറ്റായിട്ടുണ്ട്. മീൻ വറുക്കാനായിട്ട് നമ്മൾ അടുപ്പത്തിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മീൻ വറുക്കാനാണ്. അതുപോലെ വരെ നമ്മൾ മീൻ കൂട്ടാൻ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മീനധികം ഉടയണ്ട കേട്ടോ.
കുട ഉടയാണ്ടാണ് ചെയ്യുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിക്കുകയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അടുത്തേക്ക് പോകാൻ പേടിയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇട്ടതൊരു മാലപ്പടക്കം പൊട്ടനായിരുന്നു. ഇപ്പോൾ കറിവേപ്പില നമ്മൾ ആ പാനിൽ നമ്മുടെ എണ്ണ ചൂടായപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് വറക്കാനുള്ള ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് എൻ്റെ ഒപ്പം മോൻ കാണിക്കല്ലോ കേട്ടോ. നമ്മളവിടെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അത് വറുക്കട്ടെ. അപ്പോൾ നമ്മൾ തീ കൂട്ടിയിട്ടുണ്ട്. നന്നായി മീൻ വറുക്കാനാണ് കേട്ടോ. കൂട്ട അവിടെ സെറ്റ് ആവുന്നുണ്ട്. നമ്മൾ മീനോടെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ മീനും വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ തിളച്ചു കൂട്ടോ. അപ്പോൾ നമ്മൾ മീൻ ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. ചീഞ്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിലേക്ക് വീണ്ടും ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മീൻ കൂട്ടാൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. നമ്മളവിടെ നമ്മുടെ ഉള്ളി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മീൻ അവിടെ പൊട്ടുന്നുണ്ട്. അതിന് ഞാൻ അടുത്തേക്ക് പോവാത്തത്. നമ്മളെ മീൻ കൂട്ടാൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഉള്ളി മൂപ്പിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. നമ്മൾ ഉള്ളി മൂപ്പിച്ചത് ഈ കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് വയ്ക്കുക. ഇനി അതിവിടെ സെറ്റ് ആവട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗായ്സ്. ഞാൻ കഴിച്ച് നോക്കിയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേ നമ്മുടെ മീനിൻ്റെ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. ഒരു സൈഡ് ഉണ്ട്. അപ്പോൾ ഗായ്സ് ഇനി ഇതൊന്നുമില്ല. ആ സൈഡും കൂടി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നു. അപ്പോൾ മീൻ കൂട്ടാൻ, മാമ്പഴപ്പുളിശ്ശേരി, മീൻ വറുത്തത്, ഇതൊക്കെയാണ് ഗായ്സ് നമ്മുടെ ഇന്നത്തെ കൂട്ടാൻ. ചോറ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ മീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗായ്സ് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.